സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഒരേ നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന മനോഹരമായൊരു പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. ഇത് പ്രകൃതിയിലെ ഏറ്റവും മനോഹരവും അത്ഭുതകരവുമായ ആകാശ പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. എന്താണ് ചന്ദ്രഗ്രഹണം? ഇതെങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്? ചന്ദ്രഗ്രഹണം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സുരക്ഷിതമായി കാണാമോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചാലോ? വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വരുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് പതിക്കാതെ ഭൂമി തടയുന്നു. ഇതോടെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിലേക്ക് പതിക്കുകയും ചന്ദ്രൻ ഇരുളുകയോ നിറം മങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം. ഇത് എപ്പോഴും പൗർണമി അഥവാ വെളുത്തവാവ് ദിവസങ്ങളിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് എല്ലാ പൗർണമിയിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നില്ല? പൗർണമി ദിവസങ്ങളിൽ എല്ലാ മാസവും ചന്ദ്രഗ്രഹണം സംഭവിക്കാത്തതിനു പിന്നിൽ കൃത്യമായൊരു കാരണമുണ്ട്. ഭൂമിയെ വലം വയ്ക്കുന്ന ചന്ദ്രന്റെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന ഭ്രമണപഥവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 5 ഡിഗ്രി ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ പൗർണമിയിലും ചന്ദ്രൻ ഭൂമിയുടെ പിന്നിലെത്തുന്നുണ്ടെങ്കിലും ഈ ചെരിവ് കാരണം മിക്കപ്പോഴും ചന്ദ്രൻ ഭൂമിയുടെ നിഴലിന് മുകളിലൂടെയോ അല്ലെങ്കിൽ താഴെ കൂടെയോ ആയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് തടസ്സപ്പെടാത്തത്. ചന്ദ്രൻ തൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യനും ഭൂമിയും ഉൾക്കൊള്ളുന്ന അതേ പ്ലെയിനിൽ അല്ലെങ്കിൽ നോഡ്സിൽ എത്തുമ്പോൾ മാത്രമേ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുകയുള്ളൂ. അതായത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ കൃത്യമായി ഒരൊറ്റ നേർരേഖയിൽ വരുമ്പോൾ. ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമാണ് പൗർണമി ദിവസം ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ചന്ദ്രഗ്രഹണത്തിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണ് ഉള്ളത്. 1 പൂർണ്ണ ചന്ദ്രഗ്രഹണം അഥവാ ടോട്ടൽ ലൂണാർ എക്ലിപ്സ്, 2 ഭാഗിക ചന്ദ്രഗ്രഹണം അഥവാ പാർഷ്യൽ ലൂണാർ എക്ലിപ്സ്, 3 പെനംബ്രൽ ലൂണാർ എക്ലിപ്സ്. പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ കൃത്യമായി വരുമ്പോഴാണ്. അപ്പോൾ ഭൂമിയുടെ നിഴൽ മുഴുവനായും ചന്ദ്രനെ മൂടും. ചന്ദ്രൻ ഭൂമിയുടെ ആംബ്ര എന്ന ഇരുണ്ട നിഴൽ ഭാഗത്തേക്ക് പൂർണ്ണമായും പ്രവേശിക്കുമ്പോൾ ഈ ഗ്രഹണം ഉണ്ടാകുന്നു. ഈ സമയത്ത് ചന്ദ്രൻ ആകാശത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ല, പകരം അത് ചുവപ്പോ ചെമ്പിച്ച നിറത്തിലോ ആയി കാണപ്പെടുന്നു. ഇതിനെ ബ്ലഡ് മൂൺ എന്ന് വിളിക്കുന്നു. സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിനുള്ളിൽ പ്രവേശിക്കുന്നു. അപ്പോൾ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് നേരിട്ട് പ്രകാശത്തിന് എത്താൻ കഴിയില്ല. എന്നിട്ടും ചന്ദ്രൻ പൂർണ്ണമായും അപ്രത്യക്ഷമാകാതെ ചുവപ്പൻ അല്ലെങ്കിൽ ചെമ്പിച്ച നിറത്തിൽ തിളങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു പിന്നിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അത്ഭുതകരമായൊരു പങ്കുണ്ട്. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഒരേ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി സൂര്യപ്രകാശത്തെ തടയുന്നു. ഇതോടെ ചന്ദ്രൻ ഭൂമിയുടെ ആംബ്ര എന്ന പൂർണ്ണ നിഴൽ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു. സാധാരണയായി നോക്കിയാൽ സൂര്യപ്രകാശം പൂർണ്ണമായും തടയപ്പെടുന്നതിനാൽ ചന്ദ്രൻ കറുത്തതായി കാണണമെന്നാണ് തോന്നുക. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് വിവിധ ദിശകളിലേക്ക് തിരിയുന്നു. ഈ വളഞ്ഞ പ്രകാശത്തിന്റെ ഒരു ഭാഗം ഭൂമിയുടെ നിഴലിനുള്ളിലായിരിക്കുന്ന ചന്ദ്രനിലേക്ക് എത്തിച്ചേരുന്നു. അതിനാൽ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്തപ്പോഴും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് റിഫ്രാക്ഷൻ സംഭവിച്ചു പോകുന്ന ചെറിയ അളവിലുള്ള പ്രകാശം ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നു. സൂര്യപ്രകാശം വെളുത്തതായി തോന്നുമെങ്കിലും അതിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിനെ വിബ്ജിയോർ എന്നും വിളിക്കാറുണ്ടല്ലോ. ഈ പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ റെയ്ലേ സ്കാറ്ററിംഗ് എന്ന പ്രതിഭാസം നടക്കുന്നു. ചെറിയ വേവ്ലെങ്ത്തുള്ള നീലയും വയലറ്റും പോലുള്ള നിറങ്ങൾ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളിൽ തട്ടി ചിതറിപ്പോകുന്നു. അതേസമയം ചുവപ്പും ഓറഞ്ചും പോലുള്ള വലിയ തരംഗദൈർഘ്യമുള്ള നിറങ്ങൾ താരതമ്യേന കുറച്ചു മാത്രമേ ചിതറുകയുള്ളൂ. അതിനാൽ അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിച്ച് വളഞ്ഞ് ചന്ദ്രനിലേക്ക് എത്തുന്നു. അതിനാലാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവന്നതോ ചെമ്പിച്ചതോ ആയ നിറത്തിൽ കാണപ്പെടുന്നത്. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടാറുണ്ട്. അതിനു കാരണവും ഇതുതന്നെയാണ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ നീലനിറം ചിതറിപ്പോവുകയും ചുവന്ന പ്രകാശം മാത്രം നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഭാഗിക ചന്ദ്രഗ്രഹണം അഥവാ പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് എന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രം ഭൂമിയുടെ ഇരുണ്ട നിഴലിൽ മറയുന്ന പ്രതിഭാസമാണിത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും കൃത്യമായൊരു നേർരേഖയിൽ വരാതെ ഒരല്പം മാറി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ സമയത്ത് ചന്ദ്രന്റെ ഒരു നിശ്ചിത ഭാഗത്ത് ഭൂമിയുടെ കറുത്ത നിഴൽ വീഴുന്നത് നമുക്ക് വ്യക്തമായി കാണാം.
ഗ്രഹണം കൂടുന്നതിനനുസരിച്ച് ഈ കറുത്ത നിഴലിന്റെ വലുപ്പം കൂടിക്കൂടി വരികയും പിന്നീട് ചന്ദ്രൻ നിഴലിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ നിഴൽ പതുക്കെ മാറി ചന്ദ്രൻ പഴയതുപോലെ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഇനി ചന്ദ്രഗ്രഹണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധിക്കാൻ പ്രയാസമുള്ള എന്നാൽ വളരെ കൗതുകകരമായ ഒന്നായ പെനംബ്രൽ ചന്ദ്രഗ്രഹണം എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ നിഴലിനെ പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് ആംബ്ര, ഏറ്റവും ഇരുണ്ട ഭാഗം. 2 പെനോംബ്ര, ആംബ്രയ്ക്ക് ചുറ്റുമുള്ള അല്പം മങ്ങിയ നിഴൽ. സൂര്യപ്രകാശത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഭൂമി തടയുകയും ചന്ദ്രൻ ഭൂമിയുടെ പുറം നിഴലായ ഈ പെനംബ്രത്തിലൂടെ കടന്നുപോവുകയും ചെയ്യുമ്പോഴാണ് പെനംബ്രൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. ഈ ഗ്രഹണ സമയത്ത് ചന്ദ്രൻ പൂർണ്ണമായും ഇരുളുകയില്ല. ചന്ദ്രന്റെ തിളക്കത്തിൽ നേരിയ ഒരു കുറവ് വരികയോ അല്ലെങ്കിൽ ചന്ദ്രൻ അല്പം മങ്ങി കാണപ്പെടുകയോ മാത്രമേ ചെയ്യുകയുള്ളൂ. സൂര്യഗ്രഹണം കാണാൻ പ്രത്യേക കണ്ണടകൾ വേണമെന്ന് പറയുന്നത് പോലെ ചന്ദ്രഗ്രഹണം കാണാനും എന്തെങ്കിലും സുരക്ഷാ മുൻകരുതലുകൾ ആവശ്യമുണ്ടോ? ചന്ദ്രഗ്രഹണം നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രത്യേക സുരക്ഷാ ഉപകരണങ്ങളോ കണ്ണടകളോ ഇല്ലാതെ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സുരക്ഷിതമായി കാണാവുന്നതാണ്. സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ നേരിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് പ്രകാശം ചെലുത്തുന്നതിനാലാണ് അത് അപകടകരമാകുന്നത്. എന്നാൽ ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യൻ ഭൂമിയുടെ പിന്നിലാണ്. ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നത് സൂര്യന്റെ നേരിട്ടുള്ള രശ്മികളല്ല, മറിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ എത്തുന്ന വളരെ നേർത്ത പ്രകാശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കണ്ണിന് യാതൊരു ദോഷവും ചെയ്യില്ല. ഗ്രഹണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത മറ്റൊരു പ്രധാന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം എന്താണെന്നും അത് എങ്ങനെയാണ് ചന്ദ്രഗ്രഹണത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നതെന്നും അത് കാണുമ്പോൾ എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നും നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.